പരാശക്തി ശിവകാർത്തികേയൻ നായകനായി, അതുപോലെ തന്നെ അഥർവ ജയന്റ് വില്ലൻ വേഷത്തിൽ വന്ന് ശ്രീലീല നായികയായിട്ട് വന്ന സിനിമയാണ് പരാശക്തി എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ഈ സിനിമ സംവിധാനം ചെയ്ത് സുധാ കൊങ്കരയാണ്. അപ്പോൾ ഈ സിനിമയുടെ റിവ്യൂ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. സിനിമയിലോട്ട് വരുവാണെങ്കിൽ ഇതൊരു പണ്ടത്തെ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു കഥയായിട്ടാണ് കാണിക്കുന്നത്. ശരിക്കും നടന്നിട്ടുള്ളൊരു കഥയായിട്ടാണ് കാണിക്കുന്നത്. നല്ല സ്ട്രോങ് ഒരു നല്ല രീതിക്ക് എടുക്കാൻ പറ്റിയിരുന്നൊരു സിനിമ തന്നെയായിരുന്നു പരാശക്തി എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴിലാണെങ്കിൽ ഹിന്ദി ഭാഷയാണെങ്കിൽ ഭയങ്കരമായിട്ട് അവർ അടിച്ചേൽപ്പിക്കാൻ നോക്കി. അപ്പം അതിന് എഗനിസ്റ്റായിട്ടാണെങ്കിൽ തമിഴ് പീപ്പിൾസ് എല്ലാവരും കൂടെ ഒരു കാര്യത്തിൽ ഇൻവോൾവ് ചെയ്താണെങ്കിൽ അതിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു സംഭവമാണ് ഇതിൻ്റെ ഒരു പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ശരിക്കും അതൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സംഭവമാണ്. അതൊക്കെ കണ്ടതിനാണ് നമ്മൾ എക്സൈറ്റ് ആയത് ഈ സിനിമ കാണാൻ വേണ്ടി. പിന്നെ സൂര്യയൊക്കെ ആയിരുന്നു ഈ സിനിമയിൽ, സൂര്യൻ ദുൽഖർ സൽമാനും ഒക്കെ ആയിരുന്നു ഇതിനു മുമ്പ് ചെയ്യാണ്ടിരുന്നത്. അപ്പം അവർ മാറി എന്നിട്ട് അപ്പം അങ്ങനെ ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു ശിവകാർത്തികേയൻ വന്ന്. പിന്നെ പുള്ളിയുടെ 25ാമത്തെ സിനിമ ശിവകാർത്തികേയൻ്റെ. അപ്പം ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫിലേക്ക് വരുവാണെങ്കിൽ ഇൻട്രോ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ അങ്ങോട്ടൊരു പടം ഒരു എഴച്ചിലാണ്, എഴഞ്ഞ് ഏകദേശം ഇൻട്രോവെല് വരുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഇൻട്രോവെല്. അത് കഴിഞ്ഞ് പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് വരുവാണെങ്കിലും നല്ല രീതിക്ക് എല്ലാവരും പെർഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പം ശിവകാർത്തികേയനാണെങ്കിലും ശ്രീലീലയാണെങ്കിലും അഥർവയാണെങ്കിലും ഏറ്റവും എടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജയൻ രവിയുടെ ക്യാരക്ടറാണ്. ജയൻ രവിയുടെ വില്ലൻ വേഷം ജയൻ രവിക്ക് കിട്ടിയ സീനെല്ലാം കിടിലനായിട്ട് ജയൻ രവി ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും ആ സീനൊക്കെ കുറച്ചുകൂടെ നല്ല രീതിക്ക് സുധാ കൊങ്കരയ്ക്ക് ചെയ്യാമായിരുന്നു. ജയൻ രവിയെ കുറച്ചും കൂടി ഈ സിനിമയിൽ യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു. എങ്കിലും അത്രയും അങ്ങോട്ട് യൂസ് ചെയ്തിട്ടില്ല. പിന്നെ മേക്കിങ്ങിലാണെങ്കിലും ചില സ്ഥലത്തൊക്കെ ലൈറ്റായിട്ട് പാളിയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴത്തേക്കിനും പക്കാ പൊളിറ്റിക്കൽ പടമായിട്ട് അവർ ഉദ്ദേശിച്ച സാധനം എടുത്ത് കാണിക്കുന്ന രീതിക്ക് അവർ പോകുന്നുണ്ടെങ്കിലും നമ്മളെ ആ ഒരു ഇമോഷണൽ കണക്ട് ചെയ്ത് ഇരുത്താൻ അവർക്ക് സാധിക്കുന്നില്ലെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. എനിക്ക് ഫീൽ ചെയ്തത് അങ്ങനെയാണ്. ഒരു ഇമോഷണൽ കണക്ട് ഭയങ്കരമായിട്ട് കിട്ടിയില്ല ഈ ഒരു സിനിമയിൽ. ഇങ്ങനത്തെയൊക്കെ സിനിമയിൽ നമുക്കത് അവരെന്താണ് ഉദ്ദേശിക്കുന്ന സാധനം നമുക്ക് കിട്ടേണ്ടതാണ്. ആ ഒരു സംഭവം ഇതിൽ കിട്ടിയിട്ടില്ലെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലൈമാക്സിലോട്ട് വരുവാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ അങ്ങനെ വന്നങ്ങ് തീരും പടം. ശരിക്കും നല്ലൊരു പ്രതീക്ഷയുള്ളൊരു പടമായിരുന്നു. പ്രത്യേകിച്ച് സുധാ കൊങ്കര എടുക്കുന്നതെന്ന് പറഞ്ഞപ്പം ഭയങ്കരമായിട്ട് എടുക്കുമെന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ സൂര്യ മാറിയപ്പോഴത്തേക്കും ഇതിൽ ഒത്തിരി മാറ്റങ്ങളൊക്കെ ശിവകാർത്തികേയന് വേണ്ടി മാറ്റിയിട്ടുണ്ടെന്ന് അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ ഒരു കാര്യം എടുത്ത് പറയാം. ഇതിനകത്താണെങ്കിൽ ശിവകാർത്തികേയൻ കുറേ സീനിലാണ് ഭയങ്കര ഒരു സീരിയസ് ആയിട്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആളായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന പോലെയും ജയ് വിളിക്കുന്ന പോലെയൊക്കെ കുറേ സാധനങ്ങളുണ്ട്. ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അത് ഒരു പവർഫുള്ളായിട്ടുള്ള ഒരാൾ നിന്നിങ്ങനെ കൈ വെക്കുന്ന ഒരു സാധനം നമുക്ക് അവിടെ കിട്ടുന്നില്ല. ഒരു ലീഡറാണെന്നുള്ളൊരു ഫീല് നമുക്ക് തോന്നുന്നില്ല. ശിവകാർത്തികേയൻ ഇതുവരെ ചെയ്തതിൽ പുള്ളിയുടെ കരിയറിൽ അത്യാവശ്യം നല്ലൊരു പ്രകടനം തന്നെയാണ് ഈ ഒരു സിനിമ. പക്ഷേ ഈ ഒരു സിനിമ നമ്മൾ ഉദ്ദേശിച്ച അത്രയും ലെവലിലേക്ക് ഉയർന്നില്ലെന്ന് തന്നെ പറയാം. എന്തായാലും എനിക്ക് പരാശക്തി എന്ന് പറഞ്ഞ സിനിമ ഒരു നിരാശയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഒരു ബിലോ ആവറേജ് പടം എന്ന് തന്നെ ഞാൻ പറയും ഒരു സിനിമയുടെ കാര്യത്തിൽ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.